ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എം വ്ളോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അർജുന ആൻഡ് നന്ദന. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റഡി പ്ലാൻ വീഡിയോ ആണ്. അതായത് ക്രിസ്മസ് എക്സാമിന് SSLC ക്രിസ്മസ് എക്സാമിന് ഇനി ആകെ 24 ദിവസമാണ് ബാക്കിയുള്ളത്. അപ്പോൾ 20 ഡേയ്സ് സ്റ്റഡി ചലഞ്ചിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഞാൻ ഉണ്ടാക്കിയ എൻ്റെ ഭാവനയിലുള്ളൊരു സ്റ്റഡി പ്ലാനാണ്. അത് തന്നെയാണ് ഞാൻ ഫോളോ ചെയ്യണത്. അപ്പോൾ ഞാൻ ഫോളോ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും ഇപ്പോൾ തീരെ പഠിച്ചു തുടങ്ങാത്തവർക്കായാലും എഫക്റ്റ് ആവുന്ന രീതിയിലാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഞാനൊന്നും പഠിച്ചു തുടങ്ങിയിട്ടില്ല. അപ്പം ഞാൻ ഇന്നോട്ട് പഠിച്ചു തുടങ്ങും. അപ്പോൾ അത് തൊട്ടുള്ള ഞാൻ ഉണ്ടാക്കിയ ഒരു സ്റ്റഡി പ്ലാനാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞാൽ 20 ദിവസമാണ് നമുക്കുള്ള ടൈം. അപ്പോൾ ബാക്കി 4 ദിവസം നമുക്ക് റിവിഷന് വേണ്ടിയിട്ട് എടുക്കാൻ പറ്റും. റിവിഷൻ അല്ലെങ്കിൽ അതിൽ എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് മലയാളം, ഇംഗ്ലീഷൊക്കെ ലാംഗ്വേജ് ഉണ്ടല്ലോ, അത് പഠിക്കാൻ അത്ര സമയം വേണ്ടാത്തതുകൊണ്ട് ബാക്കിയുള്ള ദിവസം അതും പിന്നെ റിവിഷനും ആക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചേക്കണേ. അപ്പോൾ 20 ദിവസത്തിൽ മെയിനായിട്ട് ഭയങ്കര ടഫും അതുപോലെ തന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ് ആദ്യം വെച്ചേക്കുന്നത് ഞാൻ പഠിക്കാനായിട്ട്. അപ്പോൾ അതിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തായാലും ഇനി പഠിക്കാണ്ടിരിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ നല്ല എഫക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഫസ്റ്റ് ഞാൻ ചെയ്തേക്കണത്. സോഷ്യലല്ല മാത്സും ഫിസിക്സും ആണ്. മാത്സും ഫിസിക്സും പെയറായിട്ട് അത് ഒരാഴ്ച 1 വീക്കിൽ അത് തീർക്കുന്ന വിധത്തിലാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതായത് മാത്സിൽ 9 പാഠങ്ങളുണ്ട് നമുക്ക് പഠിക്കാനായിട്ട്. അതുപോലെ ഫിസിക്സിൽ 6 പാഠങ്ങളുണ്ട്. നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ എഴുതിയെടുത്തോ. മാത്സിൽ 9 പാഠം, ഫിസിക്സിൽ 6 പാഠം. അതൊക്കെ എക്സാമിനർ സൈലം അതിലൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. എല്ലാ എഡ്യൂക്കേഷൻ ചാനൽസിലും അതിൻ്റെ പോർഷൻസൊക്കെ ഇട്ടിട്ടുണ്ട്. അറിയാത്തവർ പോയി നോക്കിയാൽ മതി. അപ്പോൾ മാത്സും ഫിസിക്സും ഇത് 9ഉം 6ഉം കൂടി കൂട്ടി നോക്കുമ്പോൾ 15 പാഠമുണ്ട് ടോട്ടൽ പഠിക്കാനായിട്ട് നമുക്ക്. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് നമ്മളിപ്പോൾ നാളെ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും രാവിലെ നേരത്തെ ഒരു 5 മണിക്ക് എങ്ങനെ എണീറ്റിട്ട്, അല്ലെങ്കിൽ രാവിലെ ഇപ്പോൾ എണീക്കാൻ പറ്റാത്തൊരു സ്കൂളിൽ ചെന്നിട്ടായാലും ഫ്രീ പീരീഡ് കിട്ടുമ്പോൾ പഠിച്ച് തീർത്താൽ മതി ആ ഒരു ടോപ്പിക്ക് പഠിക്കാനുള്ളത്. എന്നിട്ട് രാത്രി വന്നിട്ട് എന്തായാലും നമ്മൾ പഠിക്കണം. അതും കൂടി അങ്ങനെയും കൂടി കണക്കാക്കിയിട്ടാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 15 പാഠങ്ങളാണ് ടോട്ടൽ ഫിസിക്സും മാത്സും ഉള്ളത്. അങ്ങനെ പഠിക്കാനായിട്ട് ഞാൻ 1 വീക്കാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് 7 ദിവസം 2 പാഠം വെച്ചിട്ട് ഫിസിക്സ് രാവിലെ പഠിക്കുക, മാത്സ് രാത്രി പഠിക്കുക. അതിപ്പോൾ ക്ലാസ് കാണാത്തതാണെങ്കിൽ വന്നിട്ട് നമുക്ക് ക്ലാസ് ഇരുന്ന് കാണാമല്ലോ. മാത്സ് ഒക്കെ ആണെങ്കിൽ ക്ലാസ് കണ്ടിട്ട് നമുക്ക് ചെയ്ത് നോക്കാനുള്ള സമയമുണ്ടല്ലോ. അങ്ങനെ ഒരു പാഠം രാത്രി, ഒരു പാഠം രാവിലെ, അങ്ങനെ 7 ദിവസം 2 പാഠം അങ്ങനെ ചെയ്യുമ്പോൾ അത് തീരും. മൊത്തം 15 പാഠങ്ങൾ. 14 7 × 2 14ആണ്. അപ്പോൾ ഒരു പാഠം എക്സ്ട്രാ ഉള്ളത് നമുക്ക് ആ ടൈം സെറ്റാക്കിയിട്ട് പിന്നെ ചെയ്യാമല്ലോ. ഏറ്റവും പഠിക്കുമ്പോൾ ഏറ്റവും ടഫുള്ള പാഠം ആദ്യം പഠിക്കുക. ഏറ്റവും സിമ്പിളായിട്ടുള്ളത് ആദ്യം പഠിക്കുമ്പോൾ അവസാനം ടഫുള്ളത് പഠിക്കാൻ നേരം ഉണ്ടാവില്ല. അതുകൊണ്ട് ടഫുള്ളത് ആദ്യം പഠിക്കുക. അതൊന്നാമത്തെ കാര്യം. അപ്പോൾ അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു കേട്ടോ മാത്സും ഫിസിക്സും പറയുമ്പോൾ. പിന്നെ സോഷ്യലും കെമിസ്ട്രിയാണ് ഞാൻ സെറ്റ് ചെയ്തത് രണ്ടാമത്തെ സെഷൻ. സോഷ്യലും കെമിസ്ട്രി 9, സോഷ്യൽ 9 പാഠം, കെമിസ്ട്രി 6 പാഠം, ടോട്ടൽ 15 പാഠമാണുള്ളത്. അതും ഇതേപോലെ തന്നെ 7 × 2 7 ദിവസം 2 പാഠം വെച്ചിട്ട് 2 മാറി മാറി, രാവിലെ ഒരെണ്ണം രാത്രി ഒരെണ്ണം. അങ്ങനെ ആകുമ്പോൾ 14 പാഠങ്ങൾ തീരും 7 ദിവസം. അപ്പോൾ +1 ഇതേപോലെ ഒരു ദിവസം അതിനുവേണ്ടി മാത്രം ചെയ്താൽ മതി, ഇതും അതും കൂടിയിട്ട്. പിന്നെ ഒരു ദിവസം നമുക്ക് റിവിഷന് വെക്കാം. ഇതിൻ്റെ ഇടയിൽ ഒരു ദിവസം ഗ്യാപ്പ് കിട്ടുന്നത്. ഫുൾ ഡേ പഠിപ്പ് മാത്രമല്ല, ഒരു ദിവസം റിവിഷൻ വെക്കാനും ചെയ്യാം. ഞാൻ സ്പീഡിൽ പറയുന്നത് എന്താ വെച്ചാൽ ലെങ്ത്ത് കൂടുതലാക്കി കഴിഞ്ഞാൽ എല്ലാവരും കാണുമെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ലെങ്ത്ത് കൂടുതലാക്കണ്ടെന്ന് വെച്ചിട്ടാണ്. എഴുതി വെക്കുകയാണ് നല്ലത്. പിന്നെ അടുത്തത് സോഷ്യലും കെമിസ്ട്രി. അങ്ങനെ 2 ആഴ്ച കഴിയും നമ്മൾ ഇത് രണ്ടും പഠിക്കുമ്പോൾ. അതിൻ്റെ ഇടയിൽ ഇത് റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് 2 ദിവസം ഞാനങ്ങനെ സൺഡേ സാറ്റർഡേ അങ്ങനെ നോക്കിയിട്ടില്ല. ഒരാഴ്ച അങ്ങനെ ദിവസങ്ങൾ അതാണ് നോക്കിയിട്ടുള്ളൂ. എന്നിട്ട് 2 ദിവസം റിവിഷൻ ചെയ്യാൻ 2 ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം അങ്ങനെ റിവിഷൻ ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള സെഷനാണ് ബയോളജി, ഹിന്ദി. ഇതേപോലെ തന്നെ ബയോളജിയിൽ 7 പാഠങ്ങളാണുള്ളത്, ഹിന്ദിയിൽ 8 പാഠങ്ങളുമാണുള്ളത്. അപ്പോൾ ഇത് രണ്ടും 17 ഉണ്ട് ടോട്ടൽ. അപ്പോൾ ഹിന്ദി എന്ന് പറയുമ്പോൾ സിമ്പിളാണല്ലോ. അതിൻ്റെ ടിപ്പണി മാത്രം, ആശയം മാത്രം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ ചോദ്യങ്ങൾ ചോദിക്കണതിനൊക്കെ നമുക്ക് മാക്സിമം ഫോർമാറ്റ് അറിഞ്ഞാൽ എഴുതാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ഹിന്ദി രാത്രി 2 പാഠം, ഹിന്ദി മാത്രം 2 പാഠം പഠിക്കുന്ന രീതിയിലാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ രാവിലെ ബയോളജി 1 പാഠം. അങ്ങനെ നോക്കുമ്പോൾ 6 ദിവസം കൊണ്ട് നമുക്ക് ആ 17 പാഠം തീർക്കാനായിട്ട് പറ്റും. 6 × 3 ഒരു ദിവസം 3 പാഠം വീതം വെക്കുമ്പോൾ രാത്രി 2 എണ്ണം, രാവിലെ പുലർച്ചെ എണീറ്റിട്ട് ബയോളജി 1 എണ്ണം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ 18 പാഠങ്ങളാണ് 6 × 3. അപ്പോൾ അത് കറക്റ്റായിട്ട് 6 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും. അതാണ് എൻ്റെ ഒരു പ്ലാൻ. അത് 3ാമത്തെ സെഷനാണിത്. ഫസ്റ്റത്തെ മാത്സും ഫിസിക്സും കഴിഞ്ഞാൽ സോഷ്യലും കെമിസ്ട്രിയും 7 ദിവസത്തെ. അതേപോലെ അത് രണ്ടും 2 പാഠം ഒരു ദിവസം പഠിക്കുന്ന രീതിയിലാണ്. അപ്പോൾ ബയോളജി, ഹിന്ദി 3 പാഠം പഠിക്കുന്ന രീതിയിൽ. ഹിന്ദി 2 എണ്ണം രാത്രി പഠിക്കുക, രാവിലെ ബയോളജി 1 എണ്ണം പഠിക്കുക. അങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതും ഇതേപോലെ കഴിഞ്ഞ് കഴിഞ്ഞാൽ 6 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ റിവിഷന് വേണമെങ്കിൽ ഒരു ദിവസം എങ്ങാനും ടൈം ഉണ്ടെങ്കിൽ എടുക്കാം.
അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കഴിഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും കറക്റ്റ് നമ്മുടെ ചലഞ്ചിൻ്റെ 20 ദിവസമാവും. ഇത് കറക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ 7 + 7 + 6 കറക്റ്റ് 20 ദിവസം കഴിയും. അത്രയേ ഉള്ളൂ നമ്മുടെ സ്റ്റഡി പ്ലാൻ. അതായത് ഇത്രയും സബ്ജക്റ്റുകളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് 10ാം ക്ലാസ്സിൽ പഠിക്കാനായിട്ട്. ബാക്കി ഇംഗ്ലീഷും മലയാളവും വരുന്നത് നമുക്ക് ബാക്കി ഒരു 4 ദിവസം എങ്ങാനും കിട്ടുമല്ലോ. 9-ാം തീയതിയാണ്, മാർച്ച് 9-ആണ് പരീക്ഷ വരണേ. അപ്പോൾ ഇതൊക്കെ കഴിയുമ്പോൾ മാർച്ച് 3-ാം തീയതി ആവുള്ളൂ. അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്ക് എക്സ്ട്രാ വരുന്ന ദിവസങ്ങളിൽ ഇംഗ്ലീഷും മലയാളം സിമ്പിൾ ആയതുകൊണ്ട് അത് പഠിച്ചിട്ട് ഇതാക്കാം. അങ്ങനെ ഒരു ഐഡിയയിലാണ് ഞാൻ ഈ സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്തത്. കുറച്ച് സ്പീഡിലാണ് ഞാൻ പറഞ്ഞേക്കണേ. നിങ്ങൾക്ക് എഴുതിയെടുക്കാനാണെങ്കിൽ നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. അതിന് ലെങ്ത്ത് കൂടുതലാവണമുണ്ട്. പിന്നെ അങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഈ 20 ഡേയ്സിൻ്റെ ചലഞ്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തായാലും കറക്റ്റായിട്ട് പോർഷൻസ് പഠിച്ച് തീരുക ടൈം ആകുമ്പോഴേക്കെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഇന്ന് തൊട്ട് പഠിക്കാൻ പോകുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ടൈം ടേബിളിലാണ് ഞാൻ നാളെ തൊട്ടോ ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യും ചിലപ്പോൾ അപ്പോൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പഠിക്കുന്നതിൻ്റെ ഓരോ ആഴ്ചയിലത്തെയും കറക്റ്റ് ആ സെഷൻസ് തീരുന്നുണ്ടോ എന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് പഠിക്കുമ്പോൾ വീഡിയോ എടുത്തിട്ട് ഞാൻ അടുത്തത് വീഡിയോ ഇടും സ്റ്റഡി വ്ളോഗായിട്ട്. അപ്പോൾ അത് കാണാൻ നിങ്ങൾ എന്താ പറയുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ സ്റ്റഡി പ്ലാൻ ആരൊക്കെ അക്സെപ്റ്റ് ചെയ്തു 20 ഡേയ്സിൻ്റെ ചലഞ്ച്, എൻ്റെ ഒപ്പം ആരൊക്കെ അക്സെപ്റ്റ് ചെയ്തു പഠിക്കാനായിട്ടൊന്നും നോക്കാം. അപ്പം ഞാനീ പറഞ്ഞ പോലെ മടി പിടിക്കാൻ പാടില്ല. കാരണം ആകെ കുറച്ച് ദിവസമുള്ളൂ ഇനി എക്സാമിന്. അപ്പോൾ കുറച്ച് ടൈം കൊണ്ട് അത്യാവശ്യം പഠിക്കണം. ഇതുവരെ ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല ഓരോ കോമ്പറ്റീഷൻസിനൊക്കെ സ്കൂളിൽ നിന്ന് പോയിട്ട്. അപ്പോൾ ഇന്നോട്ടേലും കറക്റ്റായിട്ട് റെസ്റ്റ് വേണം, പക്ഷെ കറക്റ്റായിട്ട് പഠിച്ച് തുടങ്ങിയാലാണ് തീരുള്ളൂ. അപ്പോൾ ഈ ടൈം ടേബിൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും പോർഷൻസ് തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എങ്ങനെ ഉണ്ടെന്നുള്ളത്. അടുത്ത സ്റ്റഡി വ്ളോഗ് ഇതിൻ്റെ ബാക്കി ഇത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഈ ടൈം ടേബിളിനനുസരിച്ച് ഞാൻ പഠിക്കുന്നതിൻ്റെ സ്റ്റഡി വ്ളോഗ് ഇടും. അപ്പോൾ അത് കാണാൻ പോയിട്ട്. പിന്നെ മിഡ് ടേം എക്സാം ഒക്കെ കഴിഞ്ഞു. എല്ലാവർക്കും കുഴപ്പമില്ലാത്ത മാർക്കൊക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ അത് പറയാത്തതെന്ന് വെച്ചാൽ അത് പറയണതിൻ്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. കാരണം അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ലല്ലോ. അത് കഴിഞ്ഞിട്ട് ക്രിസ്മസ് ആണല്ലോ നമുക്ക് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ക്രിസ്മസിൻ്റെ പരീക്ഷയ്ക്ക് മിഡ് ടേമിന് ഉണ്ടായിരുന്ന മാർക്കും എല്ലാം കൂടി ഒരുമിച്ച് പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ട്. പിന്നെ അതുപോലെ ഇതിൻ്റെ ബാക്കി സ്റ്റഡി വ്ളോഗ് ഉണ്ട്. അപ്പോൾ എല്ലാവരും മറക്കാണ്ട് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയും വീഡിയോ ഇഷ്ടമായെങ്കിൽ താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ. അപ്പോൾ നമുക്ക് ഇനി ഈ സ്റ്റഡി ചലഞ്ചിലൂടെ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് ആർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, വീഡിയോ എങ്ങനെ ഇഷ്ടമായെന്നൊക്കെയുള്ളത് കമൻറ്റ് ഇടാം. ടാറ്റാ.